ഹലോ, നമ്മളെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ കുട്ടിയൊരു മേക്കപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് പൊതുവേ ഒരു പരാതി കിട്ടാറുണ്ട്, ഞാൻ ഭയങ്കര മേക്കപ്പ് ആണെന്ന്. അപ്പം എന്നെ പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ വിചാരിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആളാണ്. എത്രയോ പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ സ്കിൻ കെയർ മാത്രമാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഫൗണ്ടേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒക്കെ. പക്ഷേ എല്ലാവരുടെയും വിചാരം, എൻ്റെ പരിചയമുള്ള എല്ലാവരുടെയും വിചാരം നന്നായിട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതും എനിക്കൊരു സങ്കടം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടാണ് പറയുന്നത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. എന്നാലും ഞാനിങ്ങനെ സ്കിൻ കെയർ ഒക്കെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യാമെന്ന് ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതെ, ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോയെന്ന് വെച്ചാൽ മുഖമൊക്കെ കുളി കഴിഞ്ഞിട്ട് മുഖം എല്ലാം എന്താ പറയുക ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. മുഖത്ത് മുടി ഇങ്ങനെ ചുരുണ്ട് പരണ്ട് ഇരിക്കണമെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞ് മുടി ചീന്തിയിട്ടില്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ CGM ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ക്രീമൊക്കെ ഇട്ടിട്ടാണ് മുടി ചുരുണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ നല്ല ഭംഗിക്ക് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഒരു കറകോര ആയതുകൊണ്ട് ഞാൻ ഇത് ചീന്തി ഒതുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ചുരുണ്ട മുടിയായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. ചാനലിൽ നമ്മൾ DP ഇടില്ലേ, അതേപോലെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ടോണർ, പിന്നെ സിറം, പിന്നെ നമ്മുടെ സ്നെയിൽ എസെൻസ്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. വിറ്റമിൻ C സിറം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ എന്താ ഫോക്സ്ടെയിലിൻ്റെ ആണ് കേട്ടോ. ഇത് വേനൽക്കാലത്തേക്ക് നല്ലതാണ്. അധികം വിയർപ്പും കാര്യങ്ങളൊന്നും നമ്മുടെ മുഖത്ത് എന്താ പറയുക ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഞാൻ മേക്കപ്പിൽ പെടുത്തുന്ന ഒരു സംഭവം വെച്ചാൽ ഈ ഒരു പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടതിന് തുല്യം തന്നെയാണ്. കാരണം നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നനഞ്ഞിരിക്കണ മുഖത്ത്, ഒരു എണ്ണമെഴുക്കുള്ള മുഖത്ത് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടി പോലെ തോന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം എല്ലാവരും മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പൗഡർ ഇടും, പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യും, പിന്നെ ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇടും. കണ്ടാലേ തോന്നാൻ പാടില്ല ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ഇപ്പോൾ പുറത്ത് പോയാലും വീഡിയോ എടുക്കുകയായാലും ഒക്കെ ഞാൻ ഇടുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഷെയ്ഡ് ഈ ലോറിയലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം തീരെ അറിയണില്ല ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ഞാൻ ആദ്യം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ഗ്രീൻ ഡ്രസ്സ്, പിന്നെ എനിക്ക് അതത്ര ഭംഗിയായി തോന്നിയില്ല. അപ്പം ഞാനൊരു ടീഷർട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് പൊട്ടും മുരി മാറ്റി ഇതേ ഈ ലുക്കിലാണ് മുടി ചുരുണ്ടിട്ട് കിടക്കണതുകൊണ്ട് ഇത്തിരി ഉള്ളൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ടാറ്റാ.